ഇപ്പം ഞാൻ പുറത്ത് പോയി MBBS പഠിച്ചു, അവിടുന്ന് കംപ്ലീഷൻ ചെയ്തു. ദെൻ നാട്ടിൽ വന്ന് FMG പാസ്സായി. അപ്പോൾ ഇനി എനിക്ക് ഉള്ള ഓപ്ഷൻസ്, അതായത് എനിക്കിനി മിലിറ്ററി അല്ലെങ്കിൽ പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. വൈഡ് ഒരു 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 വാക്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് അതിനകത്ത് വരുന്നുണ്ട്. ഡയാലിസിസ് ടെക്നീഷ്യൻ, OT ടെക്നീഷ്യൻ, കാർഡിയോ നമ്മുടെ CTVS എന്ന് പറയുന്നത്, ഇത് കാർഡിയോ വാസ്കുലറിൻ്റെ ഒരു ഇതുണ്ട്, പെർഫ്യൂഷനിസ്റ്റ്. കുറച്ചുകൂടെ പെട്ടെന്ന് വിസ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ജോർജിയ അൽബേനിയൊക്കെ പഠിച്ചാൽ. കുറച്ചുകൂടെ പെട്ടെന്ന് വിസ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ജോർജിയ അൽബേനിയൊക്കെ പഠിച്ചാൽ. കൂടാതെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ലൊരു ബെറ്റർ എഡ്യൂക്കേഷനാണ്. ഇപ്പം ബാംഗ്ലൂരാണ്, നമുക്കറിയാലോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കാംസ് നടന്നിട്ടുള്ളൊരു ഫീൽഡാണ് നഴ്സിംഗ്. അപ്പോൾ കുട്ടികളെ ഇടിച്ച് കയറ്റി റെക്കഗ്നൈസേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട് കുട്ടികൾ. ഇപ്പം ഞാൻ പുറത്ത് പോയി MBBS പഠിച്ചു, അവിടുന്ന് കംപ്ലീഷൻ ചെയ്തു. ദെൻ നാട്ടിൽ വന്ന് FMG പാസ്സായി. അപ്പോൾ ഇനി എനിക്ക് ഉള്ള ഓപ്ഷൻസ്, അതായത് എനിക്കിനി മിലിറ്ററി അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസ്, സെൻട്രൽ ഗവൺമെൻറ് സർവീസുകളൊക്കെ അതാ ഉദ്ദേശിക്കുന്നത്. അതിലുള്ള ഓപ്ഷൻസ് ഇനി എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പഠിച്ചാലും ഇന്ത്യ വന്ന് FMG എഴുതി ക്ലിയറായി ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ത്യയിൽ പഠിച്ച ഡിഗ്രിയും ഫോറിൻ ഗ്രാജുവേറ്റിൻ്റെ ഡിഗ്രിയും സെയിം വാല്യൂ ആണ്. നമുക്ക് UPSC എഴുതാം, സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ കയറാം. ഇനിയും കേരളത്തിലാണെങ്കിൽ PSC എഴുതി ഗവൺമെൻറ് സർവീസിൽ കയറാം, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സർവീസിൽ കയറാം. ഈവൻ ആർമി ഫോഴ്സസിൽ വേണമെങ്കിൽ നമുക്ക് പോകാം, ആർമി, നേവി, എയർഫോഴ്സ്, അവിടെയൊക്കെ സർവീസിൽ കയറണമെങ്കിൽ അങ്ങനെയും പോകാം. പിന്നെ ഫർദർ സ്റ്റഡീസ് നോക്കുന്നവരുണ്ടാവും. ചില കുട്ടികൾ സ്റ്റേബിൾ ജോബ് ആയിരിക്കും നോക്കുന്നത്, ചിലർ ഫർദർ സ്റ്റഡീസ് ആയിരിക്കും നോക്കുന്നത്. ഫർദർ സ്റ്റഡീസ് നോക്കുന്നവർക്ക് പല ഓപ്ഷൻസാണുള്ളത്. ഒന്ന് UK പോവാം, പ്ലാബ് എഴുതി GMC രജിസ്ട്രേഷൻ എടുത്ത് കോർ ട്രെയിനിങ്, അങ്ങനെ അവിടെ ഒരു PG അവിടെ PG ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അവർക്ക് USMLE എഴുതി റെസിഡൻസി പ്രോഗ്രാമിൽ കയറാൻ പറ്റും. AIMS എഴുതാൻ പറ്റും, ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ. പിന്നെ നമുക്ക് കനേഡിയൻ മെഡിക്കൽ കൗൺസിലും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസിലൻഡ് മെഡിക്കൽ കൗൺസിലും എഴുതാൻ കുട്ടികൾ കുറേ പേർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല, കാരണം അവിടെ PG ഓപ്ഷൻസ് വളരെ കുറവാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ പോസിബിളാണ് പറയാൻ കാരണം, കാനഡയിൽ എൻ്റെ ബാച്ച്മേറ്റ് ഒരാൾ റെസിഡൻസി കഴിഞ്ഞിട്ടുണ്ട്. ഷീ ഈസ് നോട്ട് എ ഇന്ത്യൻ നാഷണൽ, ഫിലിപ്പിനോ നാഷണൽ ആയിരുന്നു. അവിടെ നമ്മുടെ കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ പുള്ളിക്കാരി ഇപ്പം റെസിഡൻസി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. പിന്നെ ഇന്ത്യയിൽ ഓപ്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് PG കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് തന്നെ നോക്കുകയാണെങ്കിൽ ക്ലിനിക്കൽസ് ഉണ്ട്, നോൺ ക്ലിനിക്കൽസ് ഉണ്ട്. ക്ലിനിക്കൽസ് എന്ന് പറയുമ്പോൾ ഫിസിഷ്യൻസ്, ENT സർജനാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റീസ് എടുക്കാം, മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് തന്നെ എടുക്കാം. ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് ആണെങ്കിൽ പൾമനോളജിസ്റ്റ്, അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോകും. സർജൻ, ന്യൂറോ സർജൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതുകൂടാതെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചില ആളുകൾ മാനേജ്മെൻറ്റ് സൈഡിലേക്ക് പോകാറുണ്ട്. ചിലർ MH മാസ്റ്റേഴ്സ് ഇൻ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റിസർച്ച് ഡിഗ്രി PhD എടുക്കാറുണ്ട്. അതുകൂടാതെ നമുക്ക് ഇപ്പം ഇന്ത്യയിൽ തന്നെ PG എടുക്കാൻ ആഗ്രഹിക്കുന്ന PG ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ PG എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ക്ലിനിക്കൽസും നോൺ ക്ലിനിക്കൽസുമായിട്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് തന്നെ ഫർദർ സ്റ്റഡീസിന് പോകാൻ പറ്റും. അപ്പോൾ ക്ലിനിക്കൽസ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ സർജൻസ്, അങ്ങനെയുള്ള എല്ലാ സ്പെഷ്യാലിറ്റികൾക്ക് നമുക്ക് പോറ്റാൻ പറ്റും. അത് പലതുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ തന്നെ നീറ്റ് PG എഴുതിയിട്ട് ഗവൺമെൻറ് സീറ്റുകൾ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റുകൾ എടുക്കാൻ പറ്റും. DNP സീറ്റുകളുണ്ട്, അല്ലെങ്കിൽ MRCP, അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട്. MRCom, അങ്ങനെയുള്ള ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. ഒത്തിരി സ്പെഷ്യാലിറ്റീസ് അവൈലബിൾ ആണ്. പലതും എല്ലാം നീറ്റ് PG റാങ്ക് ബേസ്ഡ് ആണെങ്കിലും അല്ലാതെ ഈ MRCom, MRCP പോലുള്ളതൊക്കെ നമുക്ക് അല്ലാതെയും പഠിക്കാൻ പറ്റും. പിന്നെ നോൺ ക്ലിനിക്കൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാർമക്കോളജി, അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റികളും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പലരും MBBS കഴിഞ്ഞിട്ട് MBA അല്ലെങ്കിൽ MH മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള കുറച്ച് കോഴ്സുകളും ചെയ്തിട്ട് ആ ഒരു രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്കും അവർ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. കാരണം ചില ആളുകൾ ക്ലിനിക്കൽ ഓറിയൻറ്റഡ് പേഷ്യൻസിനുമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതായത് ചിലർക്ക് ക്ലിനിക്കൽസ് വലിയ താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് സർജറി ആയിരിക്കും താല്പര്യം. അപ്പോൾ അത് ആ ക്യാൻഡിഡേറ്റിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് അവരെടുക്കുന്നത്. പിന്നെ PG എക്സാം ഒരു ഫാക്റ്റാണ്. അത് നമ്മുടെ നാട്ടിലിപ്പം PGs കുറവാണ്.
അപ്പോൾ പലരും പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഗവൺമെൻറ് സർവീസ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് പലരും ഗവൺമെൻറ് സർവീസിലൊക്കെ കയറി കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഗവൺമെൻറ് സർവീസിൽ നിൽക്കുന്നവർക്ക് കുറച്ച് കോട്ടേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് അങ്ങനെയും ചില ആളുകൾ നോക്കാറുണ്ട്. സ്റ്റേബിൾ ജോബ് നോക്കുന്നവർ ഇപ്പോൾ ഈ കാലത്ത് വളരെ കൂടുതലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് MBBS കൂടുതൽ പഠിക്കുന്നതും അതർ പാരാമെഡിക്കൽസാണ്, നഴ്സിംഗ് കോഴ്സസ്, ഫിസിയോതെറാപ്പി, എസ്പെഷ്യലി നേഴ്സിങ്ങിൻ്റെ ഇനിയൊരു സ്കോപ്പ് എന്താണ്? എപ്പോഴും ബാച്ച് ഫില്ലാവുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലും, നാട്ടിലായാലും ബാംഗ്ലൂരായാലും ചെന്നൈയിലായാലും സീറ്റുകൾ ഫില്ലാവുന്നത് നേഴ്സിങ്ങിന് തന്നെയാണ്, ഫാസ്റ്റായിട്ട് തന്നെ. എന്നിട്ടും സീറ്റ് കിട്ടാതെ നെക്സ്റ്റ് ഇൻടേക്കിലേക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നേഴ്സിങ്ങിൻ്റെ സ്കോപ്പ് ഇനി എന്തായിരിക്കും? ഇപ്പോൾ ഞാൻ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടു, ഒരു വൺ ഓഫ് ദ പോപ്പുലറായിട്ടുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഓണർ പറഞ്ഞതെന്ന് വെച്ചാൽ ഷോർട്ടേജ് തന്നെയാണെന്നാണ് പറയുന്നത്. എത്ര മെഡിക്കൽ കോളേജുകൾ വന്നാലും എത്ര നഴ്സുമാർ ഇറങ്ങേണ്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയാലും ഇവിടെ ആവശ്യമുണ്ട് നഴ്സിന്, ഇവിടെ ഷോർട്ടേജ് തന്നെയാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ ജർമ്മനിലേക്കുള്ള മൈഗ്രേഷൻ തന്നെയാണ്. എല്ലാവരും അങ്ങോട്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഇനിയുള്ള സ്കോപ്പ് എന്താ? ഇനി ഇന്ത്യയിൽ നിൽക്കുന്നവർക്കുള്ള സ്കോപ്പ്, ഇനി ഇപ്പോൾ ജർമ്മനിയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നഴ്സിങ്ങിൻ്റെ ഒക്കെ ഒരു സ്കോപ്പ് എന്താ? പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് നമ്മുടെ നേഴ്സിംഗ് ഉൾപ്പെടെ എല്ലാ കോഴ്സുകൾക്കും നല്ല സ്കോപ്പാണുള്ളത്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും നേഴ്സിങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് പറയാം. നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഒരു 100 ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു 400-500 നേഴ്സസ് ഉണ്ടാവും. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെങ്കിൽ. അപ്പോൾ ഒരു ക്ലിനിക്കാണെങ്കിലും ഒരു നോർമൽ ഒരു ക്ലിനിക്കാണെങ്കിലും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനൊരു എങ്ങനെയായാലും ഒരു 3-4 നേഴ്സുമാരുണ്ടാവും. അപ്പം നമ്പർ ഓഫ് വേക്കൻസീസ് ഡോക്ടറിനെ വെച്ച് നോക്കുമ്പോൾ നേഴ്സുമാർക്ക് കൂടുതലാണ്. പക്ഷേ ഇന്ത്യയിൽ സാലറി നേഴ്സുമാർക്ക് വളരെ കുറവാണ്. പിന്നെ അതുകൊണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നേഴ്സസ് ഇപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ നേഴ്സുമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. മറ്റ് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മറ്റ് രാജ്യങ്ങളിലും വരുന്നുണ്ട്, എങ്കിൽ പോലും ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സുമാർക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കേരള മലയാളി നേഴ്സുമാർക്ക്. UK കോവിഡ് ടൈമിലൊക്കെ നല്ല സർവീസാണ് നമ്മുടെ മലയാളി നേഴ്സുമാർ അവിടെ ചെയ്തേക്കുന്നത്. കേരളത്തിൽ ഇപ്പം ആക്ച്വലി ഷോർട്ടേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നേഴ്സുമാർക്ക്. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം പഠിച്ചിറങ്ങുന്ന പിള്ളേരെല്ലാം 1 വർഷം ചിലർ എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ തന്നെ അവർക്ക് പലർക്കും പോകാൻ പറ്റാറുണ്ട് പുറത്തേക്ക്. ഇപ്പം UK ആണെങ്കിൽ മെൻ്റൽ ഹെൽത്തിലേക്കൊക്കെ ആണെങ്കിൽ അധികം എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഐ തിങ്ക് 1 year മതി ധാരാളം അവിടേക്ക് പോകാൻ പറ്റും. ഒരു 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു 2 lakhs ഓൺവാർഡ്സ് ഒരു സാലറി സ്കെയിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അടുത്തൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു, ഒരു വർക്ക് പെർമിറ്റായിട്ട് റിലേറ്റഡ് ആയിട്ട് നഴ്സിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഒരു സ്പെഷ്യലി പറഞ്ഞത് തന്നെ സൗത്ത് ഇന്ത്യൻസ്, സ്പെഷ്യലി കേരള നേഴ്സുമാർക്കാണ് അവർ പ്രിഫറൻസ് കൊടുത്തത്. ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടോളൂ, കോൺട്രാക്ട് തരാം എന്നുള്ള രീതിയിലാണ്. സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കോപ്പുണ്ട്. കാരണം പല രാജ്യങ്ങളിലും ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ നേഴ്സുമാരെ എടുക്കാറുണ്ട്. ഇപ്പം UK എന്നുള്ള നേഴ്സുമാരും ഓസ്ട്രേലിയയിലേക്കൊക്കെ ഒത്തിരി പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നേഴ്സിങ്ങിന് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, പുറം രാജ്യങ്ങളിൽ നമുക്ക് മിനിമം ഒരു 1.5 lakhs മുകളിലോട്ട് എല്ലാവർക്കും സാലറികളുണ്ട്. ഇപ്പം മിഡിൽ ഈസ്റ്റിലാണെങ്കിലും നല്ല സാലറി ഉണ്ട്. അപ്പം നല്ലൊരു പൊട്ടൻഷ്യൽ സ്കോപ്പുള്ളൊരു ഫീൽഡ് തന്നെയാണ് നേഴ്സിങ്. നമ്മൾ കാണുന്ന നേഴ്സിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളെ കെയർ ചെയ്യുന്ന നേഴ്സുമാർ മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ അത് വേറെ കുറേ ഇതുണ്ട്. ഇപ്പം ഇൻഫെഷ്യസ് കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ, അങ്ങനെ പല നേഴ്സുമാർക്ക് തന്നെ റോൾസ് ഉണ്ട്. ഇപ്പം അവർ ട്യൂട്ടേഴ്സായിട്ട് പോകുന്നവരുണ്ട്. അപ്പം നേഴ്സിംഗ് ഒത്തിരി സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. ഡയാലിസിസ് നേഴ്സ് അല്ലെങ്കിൽ OT നേഴ്സ്, എല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അവർക്കും ഉണ്ട്. അപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ഷോർട്ടേജ്, കേരളത്തിലൊക്കെ ഭയങ്കര നല്ല ഷോർട്ടേജ് ആയിട്ടുണ്ട് നേഴ്സുമാർക്ക്. അപ്പം നാളെ ഒരു കാലത്ത് ഒരു നല്ലൊരു പേ സ്കെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ധാരാളം നേഴ്സുമാർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഷോർട്ടേജ് വരുമ്പോൾ സാലറി കൂടും. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ബേസിക് സാലറി ഈ കേരളത്തിലൊക്കെ ഒരു 20+ ഉണ്ട്. ഒരു ന്യൂ ഇപ്പോൾ ഈവൻ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ്സിനാണെങ്കിൽ പോലും എങ്ങനെ പോലും ഒരു 15 above ഒരു സ്റ്റൈഫൻഡ് പോലെങ്കിലും നാട്ടിൽ കൊടുക്കുന്നുണ്ട് ട്രെയിനീസിന്. അപ്പം നല്ലൊരു സ്കോപ്പുള്ള ഫീൽഡാണ് നേഴ്സിങ്. പിന്നെ ഡോക്ടർമാരെ കൂട്ടല്ല, മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അവർക്ക്. മൈഗ്രേഷൻ നേഴ്സുമാർക്ക് മൈഗ്രേഷൻ, ഡോക്ടർമാർ അത്രയും ഡിഫിക്കൽട്ട് അല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിനൊക്കെ യൂറോപ്പ് രാജ്യങ്ങൾ, ഇപ്പോൾ ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നല്ല സ്കോപ്പായിട്ടുണ്ട്. ഇപ്പം അങ്ങനെ പല മിക്ക പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. വൈഡ് ഒരു വാക്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് അതിനകത്ത് വരുന്നുണ്ട്. ഡയാലിസിസ് ടെക്നീഷ്യൻ, OT ടെക്നീഷ്യൻ, കാർഡിയോ നമ്മുടെ CTVS എന്ന് പറയുന്ന ഇത് കാർഡിയോ വാസ്കുലറിൻ്റെ ഒരു ഇതുണ്ട്, പെർഫ്യൂഷനിസ്റ്റ്, അങ്ങനെയുള്ള
അതായത് പണ്ട് ഡോക്ടർമാർ ചെയ്തിരുന്ന ഒരു ഡ്യൂട്ടി ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത ഒരു അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരിക്കലും. ഇത് പണ്ട് മുതലേ ഉള്ളൊരു എന്താ പറയുന്ന ഒരു കോഴ്സുകളാണ് പലതും. പിന്നെ ഇപ്പം നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ പോലും ഈവൻ ഈ പെർ സെക്കൻഡ് ആണെങ്കിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ എന്താ പറയുക പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും അങ്ങനെയുള്ള ഒത്തിരി ഒരു സയൻസ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ കെയർ അല്ല ഇന്നുള്ളത്. ഇന്ന് അതിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഓരോ വർഷം ചെല്ലും തോറും അഡ്വാൻസ്ഡ് ആയിട്ട് വരികയാണ്. അപ്പം കൂടുതൽ പുതിയ പുതിയ സ്പെഷ്യാലിറ്റികളും പുതിയ പുതിയ ജോബ് പ്രൊഫൈൽസും ഒക്കെ ക്രിയേറ്റ് ആകും മെഡിക്കൽ ഫീൽഡിൽ. ഇപ്പം നേഴ്സുമാർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ ബേസിക്കലി ഒരിടത്തല്ലല്ലോ നിൽക്കുന്നത്, അവർക്ക് പല സ്പെഷ്യാലിറ്റികളിലേക്ക് അവർക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു സ്കോപ്പുള്ള ഫീൽഡാണ് നേഴ്സിംഗ് തുടങ്ങിയ പാരാമെഡിക്കൽ കോഴ്സുകൾ. പക്ഷേ എപ്പോഴും ഇന്ത്യയിൽ സാലറി കുറവാണ്. ഡോക്ടേഴ്സ് ഒഴിച്ച് പക്ഷേ ഉണ്ട്, സാലറി ഉള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് അങ്ങനെയൊക്കെ കുറേ കോഴ്സുകളുണ്ട്. അതിനൊക്കെ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് വരെ നല്ല സാലറി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഗ്രാജുവേറ്റ്സ് കൂടുന്നുണ്ട്. അതായത് സാലറി കൂടുമ്പോൾ അവിടെ ആളുകൾ കൂടുതൽ പഠിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം കൂടുതൽ കാൻഡിഡേറ്റ്സ് വരുമ്പോൾ സാലറി കുറയും. അത് ട്രെൻഡാണ്. ഇപ്പം കാത്ത് ലാബ് ടെക്നീഷ്യന് അല്ലെങ്കിൽ കാത്ത് ലാബ് നേഴ്സസ് അവർക്ക് കുറച്ചുകൂടെ സാലറി ഒക്കെ ഉള്ളതാണ്. കാരണം റേഡിയേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം 1.5 ലക്ഷം രൂപ വരെ സാലറി മേടിക്കുന്ന കാത്ത് ലാബ് നേഴ്സസും കാത്ത് ലാബ് ടെക്നീഷ്യൻസൊക്കെ കേരളത്തിലുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും ഉണ്ട്. ഇപ്പം OT ഇൻചാർജ് എന്ന് പറയുന്ന നേഴ്സസ് ആയാലും നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ്. അവരുടെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് ആണെങ്കിൽ പോലും അവർക്ക് നല്ല സാലറി പേ സ്കെയിലുള്ള ഒത്തിരി നേഴ്സുമാരുണ്ട്. അപ്പം ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷനാണ്. ഇപ്പം ബേസിക്കലി ഇപ്പം നമുക്കിപ്പം നേഴ്സിങ് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ജർമ്മനി, ജോർജിയ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പോയി പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പഠിച്ചുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു യൂറോപ്യൻ ഡിഗ്രികളായതുകൊണ്ട് അല്ലെങ്കിൽ യൂറോപ്യൻ അക്സെപ്റ്റൻസ് കൂടുതലുള്ള ഡിഗ്രികളാണ്. അപ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഇപ്പം യൂറോപ്പിൽ എവിടെയെങ്കിലും സെറ്റിലാകാൻ താല്പര്യം ഇപ്പം കാരണം പഴയ പോലെയല്ല. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കൊരു 10-20 വർഷം മുമ്പ് വരും US, UK, കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിലായിരുന്നു മലയാളികൾ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇന്നങ്ങനെയല്ല. ജർമ്മനി, പോളണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ സ്വീഡൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം എല്ലായിടത്തും പോയി ഈവൻ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോലും ആളുകൾ സെറ്റിൽ ആകുന്നുണ്ട്. ഓക്കെ, ഫിൻലാൻഡ് അങ്ങനെയുള്ള സ്വിറ്റ്സർലൻഡ്. അപ്പോൾ അവിടെയൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഈ ഇങ്ങനെയുള്ള ജോർജിയ, അൽബേനിയയിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടാറുണ്ട് ഈ രാജ്യങ്ങളിൽ. കാരണം അതൊരു യൂറോപ്യൻ ഡിഗ്രികളാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടും. പെട്ടെന്നാണ് അവർക്ക് ജോലി കിട്ടാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതൊരു എപ്പോഴും നേഴ്സിംഗ് ചൂസ് ചെയ്യുന്നു. കേരളത്തിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടുന്നില്ല, അപ്പം അല്ലെങ്കിൽ അവർക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ് ജോർജിയ അല്ലെങ്കിൽ അൽബേനിയൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഫീസ് കേരളത്തിലെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ പോലും ലോങ് ടൈം നോക്കുകയാണ് ഒരു മൈഗ്രേഷൻ, ഒരു സ്റ്റേബിൾ ജോബ്, ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ബെറ്റർ ലിവിങ് ഒക്കെ നോക്കിയിരുന്നത് അങ്ങനെയുള്ളവരാണെങ്കിൽ യൂറോപ്പൊക്കെ എപ്പോഴും ഒരു നല്ലൊരു ഓപ്ഷനാണ്. അവർക്ക് ഇങ്ങനൊരു പാത്ത് വേ നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഈ പറഞ്ഞ ജോർജിയ, അൽബേനിയയിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ അവർ ലാംഗ്വേജ് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ജർമ്മൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ് കൂടെ ആകുമ്പോൾ കാരണം എപ്പോഴും നേഴ്സുമാർക്ക് ലാംഗ്വേജ് ജർമ്മനൊക്കെ പോകണമെങ്കിൽ ലാംഗ്വേജ് ആണ് അവർ നോക്കുന്നത്. ലാംഗ്വേജ് അവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അവർക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ധാരാളം കുട്ടികൾ ജോർജിയ, അൽബേനിയയിലൊക്കെ പഠിക്കുന്നു ഇപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ അത് വിസ പ്രോസസ്സിങ്ങിന് വലിയ ഡിലേ ഇല്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിലേക്കൊരു വിസ വെക്കാന്ന് പറഞ്ഞാൽ വലിയ ഡിഫിക്കൽട്ടാണ്. ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഒരു 1 വീക്ക് 10 ഡേയ്സിനുള്ളിൽ വിസ ഒക്കെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. വലിയ റിജക്ഷൻസ് ഒക്കെ റേറ്റ് കുറവുള്ള കൺട്രിയാണ്. അപ്പോൾ നേരിട്ട് ജർമ്മനിലേക്ക് പഠിക്കാമെന്ന് വെച്ചാൽ അവർക്ക് വിസ പ്രോസസ്സ് ഒരു ഡിഫിക്കൽട്ട് തന്നെയാണ്. പ്രത്യേകിച്ചും മിഡിൽ ക്ലാസ് വരുന്നത് അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഷോമണി, അഡീഷണൽ വരുന്ന ബ്ലോക്ക്ഡ് അക്കൗണ്ട് പലതും ട്രിഗർ ചെയ്യുന്ന വിഷയങ്ങളാണ്. അതൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ് എനിക്ക് തോന്നിയത്. നഴ്സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ സുഹേൽ പറഞ്ഞ കൂട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് വിസ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ജോർജിയ, അൽബേനിയൊക്കെ പഠിച്ചാൽ. കൂടാതെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെറ്റർ എഡ്യൂക്കേഷനാണ്. ഇപ്പം ബാംഗ്ലൂർ നമുക്കറിയാമല്ലോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കാംസ് നടന്നിട്ടുള്ളൊരു ഫീൽഡാണ് നഴ്സിംഗ്. അപ്പോൾ കുട്ടികളെ ഇടിച്ച് കയറ്റി റെക്കഗ്നൈസേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട് കുട്ടികൾ. ഞാനൊക്കെ ഒരു മെഡിസിൻ പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തിലൊക്കെ നഴ്സിംഗ് ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും എൻ്റെ നാട്ടിലൊക്കെ എല്ലാ വീട്ടിലും ഒരു നേഴ്സ് ഉണ്ടാവും. ഞാൻ കോട്ടയം, തിരുവല്ല റീജിയനിൽ നിന്ന് വരുന്ന ഒരാളാണ്.
അപ്പോൾ ആ ഏരിയയിലൊക്കെ ഒത്തിരി നേഴ്സുമാരുണ്ട്, ഓരോ വീട്ടിലും ഒരു നേഴ്സുമാരുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ഹിറ്റായിരുന്നു. അപ്പോൾ സ്കാംസ് ഒക്കെ നടന്നിട്ടുള്ള ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ ഒരു ആസ്ട്രക്റ്റീവ് ഇപ്പോഴും ഉണ്ട്. പല കോളേജുകളും ആവശ്യത്തിന് ആഡിക്വേറ്റ് ഫെസിലിറ്റീസോ ആഡിക്വേറ്റ് ഫെസിലിറ്റീസോ ട്രെയിനിങ്ങോ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ മറ്റ് സ്റ്റേറ്റ്സിൽ പോയി പഠിക്കുന്നതിലും കുറച്ചുകൂടെ നല്ലത് ജോർജിയ, അൽബേനിയൊക്കെ നോക്കുന്നതായിരിക്കും. അവിടെ നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടും, നല്ല ഫെസിലിറ്റീസാണ്, പിന്നെ ഇവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനും എളുപ്പമാണ്. അതൊരു നല്ലൊരു ഓപ്ഷനാണ് ആക്ച്വലി.